നമസ്കാരം. പശ്ചിമേഷ്യൻ ആകാശത്ത് മിസൈലുകൾ നിർമ്മിക്കുന്ന തീപ്പൊരി രേഖകൾക്കിടയിൽ അധികാരത്തിന്റെ അതീവ ഗൂഢവലയത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്കെത്തുന്ന വാർത്ത ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാന്റെ അധികാര കേന്ദ്രമായ ഖോം നഗരത്തിൽ ചികിത്സയിൽ കഴിയുന്ന രാജ്യത്തിന്റെ ഭാവി നയത്തെ നിർണ്ണയിക്കുന്നതായി കരുതപ്പെടുന്ന മുജ്തബ ഖമേനി അബോധാവസ്ഥയിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ യുദ്ധഭൂമിയിലെ പടക്കുതിരകൾക്കൊപ്പം അധികാര വ്യവസ്ഥയും തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന ആശങ്ക ശക്തമാവുകയാണ്. ഇറാനിലെ പുണ്യനഗരമായ ഖോമിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമാണെന്നും ഇസ്രായേൽ ഇന്റലിജൻസ് വിവരങ്ങളെ ഉദ്ധരിച്ച് ദ ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേൽ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സഖ്യകക്ഷികളുമായി പങ്കുവച്ച ഒരു നയതന്ത്ര കുറിപ്പിലാണ് മുജ്തബയുടെ ആരോഗ്യനിലയെക്കുറിച്ചും വിശദീകരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായതിനാൽ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തിട്ടും അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇറാനിലെ ഖോമിലാണ് മുജ്തബ ഖമേനി ചികിത്സയിൽ കഴിയുന്നതെന്നാണ് നയതന്ത്ര കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്. കൊല്ലപ്പെട്ട മുൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ സംസ്കാരത്തിനായുള്ള ഒരുക്കങ്ങളും ഇവിടെ പുരോഗമിക്കുന്നതായും നയതന്ത്ര കുറിപ്പിലുണ്ട്. ഖോമിൽ അലി ഖമേനിക്കായി വലിയ ശവകുടീരമാണ് നിർമ്മിക്കുന്നത് എന്നതാണ് കുറിപ്പിൽ പറയുന്നത്. ഇവിടെ ഒന്നിലധികം ശവകുടീരങ്ങൾ ഉണ്ടായേക്കാമെന്നും ഖമേനി കുടുംബത്തിലെ കൂടുതൽ അംഗങ്ങളെയോ അല്ലെങ്കിൽ മുജ്തബ മരിച്ചാൽ അദ്ദേഹത്തെയോ ഇവിടെ സംസ്കരിക്കാനാണ് നീക്കമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുജ്തബ ഖമേനി എവിടെയുണ്ട് എന്ന് സംബന്ധിച്ച് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കുറച്ചു കാലമായി വിവരം ലഭിച്ചിരുന്നതായും റിപ്പോർട്ടിലുണ്ട്. പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും മുജ്തബ ഖമേനി പൊതുവേദികളിലോ പൊതുയിടങ്ങളിലോ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അതിനാൽ തന്നെ മുജ്തബ ഖമേനിയുടെ ആരോഗ്യനിലയെക്കുറിച്ചും പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനിടെ അലി ഖമേനി ഉൾപ്പെടെ കൊല്ലപ്പെട്ട വ്യോമാക്രമണത്തിൽ മുജ്തബ ഖമേനിക്കും പരിക്കേറ്റതായി പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. അലി ഖമേനിയുടെ അവകാശി എന്ന നിലയിൽ ഏറെ നാളായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന മുജ്തബയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്ന വിവരങ്ങൾ ഇറാന്റെ രാഷ്ട്രീയ മത നേതൃഘടനയെ തന്നെ പിടിച്ചു കുലുക്കാൻ ശേഷിയുള്ളതാണ്. യുദ്ധത്തിന്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഇത്തരമൊരു അനിശ്ചിതത്വം ഉയർന്നാൽ അതൊരു രാജ്യത്തിന്റെ സൈനിക തീരുമാനങ്ങളെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ജനങ്ങളുടെ ആത്മവിശ്വാസത്തെയും എങ്ങനെ ബാധിക്കും? ഈ ചോദ്യം ഇപ്പോൾ കൂടുതൽ ഭീഷണി ഉയർത്തുകയാണ്. ഇത് അധികാര പൈതൃകത്തിന്റെ തകർച്ചയാകുമോ, അല്ലെങ്കിൽ ഇറാൻ പുതിയൊരു ശക്തമായ നേതൃ സംവിധാനത്തിലേക്ക് നീങ്ങുമോ എന്ന നിർണായക മുഹൂർത്തമാണ് ഇനി വരാനുള്ളത്. അമേരിക്കയും ഇസ്രായേലും അടങ്ങിയ ഇന്റലിജൻസ് വൃത്തങ്ങൾ ഈ വിവരം പുറത്തുവിട്ടതോടെ യുദ്ധത്തിന്റെ മറവിൽ പരോക്ഷ ഗൂഢയുദ്ധവും നടക്കുകയാണെന്ന സൂചനകളും ഉയരുന്നു. ഇപ്പോൾ ചോദ്യം ഒന്നാണ്: യുദ്ധത്തിന്റെ തീക്കനലുകൾക്കിടയിൽ നേതൃസ്ഥാനം തന്നെ അസ്ഥിരമാകുമ്പോൾ ഇറാൻ എങ്ങനെ പ്രതികരിക്കും? സൈനിക ആക്രമണങ്ങൾ കൂടുതൽ കടുപ്പമാകുമോ, അല്ലെങ്കിൽ ആന്തരിക അലയൊലികൾ രാജ്യത്തെ പിന്നോട്ട് തള്ളുമോ? അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇപ്പോൾ നടക്കുന്ന മൗനമായ പോരാട്ടം ഭാവിയിലെ യുദ്ധത്തിന്റെ ദിശ തന്നെ മാറ്റിയേക്കാം. ഇതൊരു രാജ്യത്തിന്റെ നേതാവിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള റിപ്പോർട്ട് മാത്രമല്ല, ഇത് ലോക രാഷ്ട്രീയത്തിന്റെ ഭൂപടം തന്നെ പുനർരചിക്കാനിടയുള്ള ഒരു സ്ഫോടക വാർത്തയാണ്.